ആലപ്പുഴ കരുവാറ്റയിൽ ഒരു സ്ത്രീയെ പരസ്യമായിട്ട് പട്ടാപ്പകൽ ഒരു സ്ഥാപനത്തിന് കയറി. അതായത് നിലവിൽ ഈ മർദ്ദനം ഏറ്റിരിക്കുന്ന സ്ത്രീ ഒരു ബേക്കറി ജോലി ചെയ്യുകയാണ്. ആ ബേക്കറിക്ക് ഉള്ളിൽ കയറിയാണ് ഈ സ്ത്രീയെ മർദ്ദിക്കുന്നത്. അപ്പൊ ഈ മർദ്ദനം നടക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് മുമ്പ് ഈ സ്ത്രീ ഒരു കേസ് കൊടുത്തിരുന്നു. അത് ഈ മർദ്ദിക്കുന്ന ആ ഗ്യാങ്ങിനെതിരെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 5 മാസം ജോലി ചെയ്തതിന്റെ ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ കരുവാറ്റ സ്വദേശിയായിട്ടുള്ള രഞ്ജിമോൾ എന്നാണ് പേര്. കരുവാറ്റ സ്വദേശി രഞ്ജിമോൾക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കുമാരപുരം തമലാക്കൽ മുറിയിൽ ഗുരുകൃപ വീട്ടിൽ ചെല്ലപ്പൻ എന്ന് പറയുന്ന ആളുടെ മകൻ സൂരജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ശനിയാഴ്ച 8:30 രഞ്ജിമോൾ ജോലി ചെയ്യുന്ന ബേക്കറിയിൽ വെച്ചാണ് മർദ്ദനമേൽക്കുന്നത്. ചെല്ലപ്പന്റെ മകളുടെ വീട്ടിൽ കുഞ്ഞിനെ നോക്കാനായി 1.5 വർഷത്തോളം ജോലി ചെയ്ത തനിക്ക് 5 മാസത്തെ ശമ്പള കുടിശ്ശികയായ 76,000 രൂപ ലഭിക്കാനുണ്ടെന്നാണ് രഞ്ജിമോൾ പറയുന്നത്. അപ്പൊ ഈ ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ കേസ് കൊടുത്തിരുന്നു. ആ കേസ് നടന്നുകൊണ്ടിരിക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വൈരാഗ്യം തീർത്തതായിരിക്കാം. എന്ത് തന്നെ ആയാലും ആലപ്പുഴയിൽ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെ പരസ്യമായി, പുരുഷന്മാരെയൊക്കെ അല്ലെങ്കിൽ ആണുങ്ങൾ തമ്മിലൊക്കെ പ്രശ്നങ്ങളൊക്കെ പരസ്യമായിട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു സ്ത്രീയെ പരസ്യമായി ഒരു ഷോപ്പിനകത്ത് കയറി ഇത്രയും മർദ്ദിക്കുന്ന സമയത്ത് അവിടെയുള്ള ആണുങ്ങൾ ഈ ഇത്രയും പഴമിഴുങ്ങികളായിട്ട് നോക്കി നിന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത്. അതായത് പറയുന്നത് ഭൂമിക്ക് മുകളിൽ തന്നെ വെച്ചേക്കില്ലെന്നാണ് പറയുന്നത്. ഹെൽമറ്റ് കൊണ്ട് തലയ്ക്ക് അടിച്ചു വീഴ്ത്തി, കടയിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചപ്പോൾ ചവിട്ടി വീഴ്ത്തി, വീട്ടുജോലിയുടെ ശമ്പളം ചോദിച്ചതിന് ആലപ്പുഴയിൽ യുവതിക്ക് ക്രൂരമർദ്ദനം. ശനിയാഴ്ച രാത്രി 8:30 ശനിയാഴ്ച ജോലി ചെയ്യുന്ന ബേക്കറിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഈ വൈരാഗ്യം തീർത്തത് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്ത് തന്നെ ആയാലും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് സ്പോട്ടിൽ തന്നെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇനിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പോലീസ് ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഒരു സ്ത്രീയാണ്. അവർക്ക് നാളെയും ഒരു സ്ത്രീ ഒരു ജോലി സ്ഥാപനത്തിൽ, ഒരു വീട് വിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്യുന്നതെങ്കിൽ ആ സ്ത്രീയുടെ ആ കുടുംബ സാഹചര്യം ബേക്കറി അല്ലെന്നുണ്ടെങ്കിൽ വീട്ടു ജോലി ചെയ്യുന്ന ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തുമാത്രം ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഈ എന്താ ഇവരെയൊക്കെ പറയുക, ഞാഞ്ഞൂലുകൾ, മാമുണ്ണികൾ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റും. ഇവനൊക്കെ എന്താണ് ഈ രീതിയിൽ വന്ന് കാണിക്കുമ്പോൾ കിട്ടുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഒരു സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ ഇവർക്ക് എന്താ കിട്ടുക? അല്ലെങ്കിൽ കൊള്ളാം, ഓക്കെ, പുരുഷന്മാർ ആണുങ്ങളെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര ആവതുള്ളവരെയൊക്കെ ചെന്ന് ഉപദ്രവിക്കണം. അത് 2-3 പേര് ചേർന്നാണ് ഒരു സ്ത്രീ ഉപദ്രവിക്കുന്നത്. എന്തായാലും വല്ലാത്തൊരു വാർത്തയായി പോയിട്ടത്. ആലപ്പുഴയുള്ള ഓരോ വ്യക്തിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വകയുണ്ട്. കാരണം അത്രമാത്രം വലിയൊരു കാര്യമാണല്ലോ ചെയ്തിരിക്കുന്നത്. ഭൂമിക്ക് മുകളിൽ വെച്ചിരിക്കുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. 76,000 രൂപയ്ക്ക് വേണ്ടി ഇവരിപ്പം കാണിച്ചു വെച്ചിരിക്കുന്ന മണ്ടത്തരം മൊത്തവും ഏതാണ്ട് എത്രയോ ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇനി ഇവർക്ക് നഷ്ടമാണ്. ജോലി ചെയ്തതല്ലേ, അതവർക്ക് കൊടുത്താൽ മതിയല്ലോ, ഈ പ്രശ്നം കഴിയുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ അവര് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അന്വേഷണം നടക്കും. തെളിവുണ്ടെങ്കിൽ മാത്രം പിന്നെ പ്രതിഭാഗം അല്ലെങ്കിൽ ആർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അവർക്ക് കാശ് കൊടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അവർ പറയുന്ന കോടതി പറയുന്ന ശിക്ഷ അനുഭവിക്കേണ്ടതുള്ളൂ. അപ്പോ പിന്നെ തെറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഉപദ്രവിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഈ ഉപദ്രവിച്ചവരുടെ ഭാഗത്ത് 100% തെറ്റുണ്ടെന്നുള്ളത് ഈ ഒരു പ്രശ്നത്തിലും മനസ്സിലായിട്ടുണ്ട്, പോലീസിനും മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും കോടതി ഇനി എന്തായാലും ഇവർക്ക് ഒപ്പം നിൽക്കില്ല എന്നുള്ളത്, ഈ സ്ത്രീക്ക് ഒപ്പമേ നിൽക്കൂ എന്നുള്ളത് ഉറപ്പായി. ഇനിയിപ്പം ഇപ്പൊ സാമ്പത്തികം എന്ന് പറയുന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം വരില്ല. കാരണം ഉപദ്രവമോ അല്ലെങ്കിൽ ശാരീരികമായോ മാനസികമായിട്ടോ പീഡനമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ശമ്പളം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും നടക്കാറുണ്ട്. അതുപോലെ അല്ലല്ലോ ഇപ്പൊ ഇത് ആൾക്കൂട്ട ആക്രമണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ കേസ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വലിയ സത്കർമ്മം ചെയ്ത ആ മഹത് വ്യക്തികൾക്ക് ഒരു ബിഗ് ഹായ് കേട്ടാ. ശരി.